ഗൈസ്, വെൽക്കം ബാക്ക് ടു നിഗാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ രാവിലത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ നമ്മളൊരു കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ചിക്കൻ കറിയാണ്. അതാകുമ്പോഴത്തേക്കും നമുക്ക് രാവിലെ ദോശയ്ക്കാണെങ്കിലും എടുക്കാം, അതുപോലെ തന്നെ ഉച്ചയ്ക്കാണെങ്കിലും എടുക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവോളയെ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ തക്കാളി, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സൈഡിൽ ചിക്കൻ വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിന് മസാലയൊക്കെ ചേർത്ത് അത് ഒറ്റ വിസിലടിച്ച് അങ്ങോട്ട് എടുക്കുകയാണ്. പിന്നെ നമ്മൾ ഒരു ഉരുളയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള ചേർത്ത് കൊടുക്കുകയാണ്. സവോളയും ബാക്കി ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. എന്നിട്ടാണ് നമ്മളിതിലേക്ക് പൊടി ചേർക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. കാരണം ഇത് സ്പീഡിൽ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് സമയമൊന്നും പിടിക്കത്തില്ല. പെട്ടെന്ന് തന്നെ കറിയാക്കി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇവിടെ നമ്മൾ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കനകത്ത് നിന്ന് ഈ പീസസ് എടുത്ത് നമ്മൾ വഴറ്റിയെടുത്തേക്കുന്ന സവോള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇല്ലേ അതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കാണ് നമ്മൾ ആവശ്യത്തിന് ബാക്കിയുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ചിക്കന് എടുത്തിരുന്നില്ലേ അതിനകത്തെ ആ ഒരു വെള്ളമാണ് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ മസാല എല്ലാം കൂടെ ചേർത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കുഴമ്പ് പാകത്തിനാകുമ്പോഴത്തേക്കും പിന്നെ ആ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ വെന്ത വെള്ളം ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇത് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റേണ്ട അത്രയും നമുക്ക് ആവശ്യത്തിന് വറ്റിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മളിവിടെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി എടുത്ത നേരത്തെ ചുമ്മാ ഇതിലൂടെ കളിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പുള്ളിക്കാരീനെ കുളിപ്പിച്ച് ഇനി കിടത്തി ഉറക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഒരു 9:30 ആകുമ്പോഴത്തേക്കും കിടന്നുറങ്ങും കേട്ടോ. അതുവരെയുള്ള കളികളാണ്. രാവിലെ എണീക്കുകയും ചെയ്യും. എന്നിട്ട് അങ്ങനെയാണ് അവളുടെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ പാമ്പേഴ്സൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സാധനം ഇപ്പം അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചുവന് വെക്കലെല്ലാം ഇങ്ങനെ പെറുക്കിയിട്ടുകൊണ്ട് നടക്കും. പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു സാരി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് പാലായിക്കാണ് കേട്ടോ. പാലായിൽ ഒരു പുതിയതായിട്ടൊരു ടെക്സ്റ്റൈൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സാരി എടുത്ത് നോക്കാമെന്നൊക്കെ കരുതി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാലായിക്ക് പോവുകയാണ്. ഇപ്പോൾ പാല ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പുതിയ നമ്മുടെ പഴയ ചാമക്കാലയുടെ അവിടെയാണ് ഷോപ്പ്. പവിത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽസ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ താഴെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടു. എന്നിട്ട് നമ്മൾ മേളിലേക്ക് പോയി ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചുമ്മാ അതിലെ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോന്നും സെലക്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം സാരിയൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. മെറ്റീരിയൽസൊക്കെ ആണെങ്കിലും നല്ല റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാരിയൊക്കെ സെലക്ട് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിഗാസ് വേൾഡ്.